ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗ്രൂപ്പ് ഡി RRB ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമാണ് SSC MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാം. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10,000-ലധികം വേക്കൻസികളാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 8,600 സംതിങ് വേക്കൻസികളായിരുന്നു. അത് ഫില്ലായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 10,000-ലധികം വേക്കൻസികളുമായിട്ടാണ് ഇപ്പോൾ SSC MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 2019 വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനിമം യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് മിനിമം യോഗ്യത. ഏജ് ലിമിറ്റ് 18 to 25 വയസ്സുകൾ വരെയുള്ള ജനറൽ കാറ്റഗറിക്ക് ഇത് അപേക്ഷിക്കാനും കഴിയും. മറ്റുള്ള കാറ്റഗറിക്കൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം SSC ഇപ്പോൾ ഈ ഒരു 2 വർഷമായിട്ട് നമ്മൾ SSCയും അതുപോലെ RRB ഒക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. മുമ്പ് കേരളത്തിലെ കാൻഡിഡേറ്റ്സൊക്കെ കേരള PSC പോലത്തുള്ള മാത്രമായിരുന്നു അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ കേരള PSCനെ സംബന്ധിച്ച് ഇത് വ്യത്യസ്തമാക്കുന്നത് പെട്ടെന്ന് നമുക്ക് പോസ്റ്റും കാര്യങ്ങളും അതുപോലെ റിസൾട്ടും എക്സാമിൻ്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് അറിയുമെന്നതാണ്. ഇപ്പോൾ RRB ആണെങ്കിലും SSC ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഈ ഒരു എക്സാമിനെ പറ്റി SSC MTSനെ പറ്റി പറയുകയാണെങ്കിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടത്തുക. ഒന്നാമത് പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1ൽ നമുക്ക് ഏകദേശം ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ മൈനസ് മാർക്ക് ഉണ്ടാകും 0.25. ഓരോ റോങ്ങിനും 0.25 മാർക്ക് മൈനസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പേപ്പർ 2 എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, essay റൈറ്റിംഗ് ആയിരിക്കും. അതിൽ നമുക്ക് മലയാളം ലാംഗ്വേജിലും എഴുതാമെന്നാണ് ഇതിൽ പ്രത്യേകത. അപ്പോൾ മലയാളത്തിൽ ഫസ്റ്റ് ഘട്ടം നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ തീർച്ചയായും നമുക്കത് പിടിക്കാൻ കഴിയും. അപ്പോൾ മലയാളത്തിലും എഴുതാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. My name is Ramshad. Welcome to my new video tutorial. ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് SSC ആണ് 2019 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എക്സാമിനേഷന് വേണ്ടി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള യുവക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നാണ് അപേക്ഷിക്കേണ്ടത്, ഇപ്പോൾ ഏതെങ്കിലും ക്വാളിഫിക്കേഷനൊക്കെ നോക്കാം. 10ാം ക്ലാസ്സാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. മിനിമം ക്വാളിഫിക്കേഷൻ 10th പാസ്സാവണമെന്നാണ്. അപ്പോൾ നോക്കാം. ഇതിൻ്റെ ഡേറ്റ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ഡേറ്റ് 22/4/2019 മുതൽ 29/5/2019 വരെയാണ്. അപ്പോൾ നമുക്ക് പൊതുവേ ഒരു സാധാരണയായി നമുക്കൊരു സ്വഭാവമുള്ളത് ലാസ്റ്റ് ഡേറ്റിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ SSCൻ്റെ കേസിൽ നമുക്ക് മനസ്സിലാക്കി, കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ലാസ്റ്റ് ആ ഒരു ആഴ്ചയിൽ സെർവർ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു 22/4/2019 മുതൽ ഒരാഴ്ച കഴിഞ്ഞ ശേഷം, ഇപ്പോൾ ഫസ്റ്റിലും ചിലപ്പോൾ സെർവർ ബിസി ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിഡിലാവുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ 25 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാം. അപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചെന്നാൽ ചിലപ്പോൾ ആ ഒരു അവസരം നഷ്ടപ്പെടും. ഇപ്പോൾ ജനറൽ കാറ്റഗറിയാണ് ഞാൻ 25 പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം ഏതെല്ലാം ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക, 29/5/2019 മെയ് മാസം 29 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇപ്പോൾ ഓൺലൈൻ ഫീ അടയ്ക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് 31/5/2019. അതുപോലെ തന്നെ ഓഫ്ലൈൻ ചലാനാണെങ്കിൽ 31/5/2019 5 മണി വരെയുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് 2 സ്റ്റേജുകളായിട്ടാണ് എക്സാം. ഒന്നാമത്തെ ടയർ 1 എന്ന് പറയുന്നത് 2/8/2019 മുതൽ 6/9/2019 വരെയായിരിക്കും ടയർ 1 എക്സാം നടക്കുന്നത്. ടയർ 2 എക്സാം നടക്കുന്നത് 17/11/2019. അപ്പോൾ ഇതിൽ ക്വാളിഫൈ ആയ ടയർ 1ൽ ക്വാളിഫൈ ആയ ആളുകൾക്ക് ടയർ 2 എക്സാം ഉണ്ടായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് നിയമനങ്ങൾ ലഭിക്കുമെന്നാണ്. SSC അതുപോലെ RRB എക്സാമുകൾക്കൊക്കെ വളരെ പെട്ടെന്ന്, നമ്മൾ കേരള PSC പോലെയല്ല. അതുപോലെ തന്നെ ഈ ഒരു
ഇതിൽ 10,000-ലധികം ആളുകൾക്ക് വേക്കൻസി റിപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10,000-ലധികം വേക്കൻസികളാണ്. അപ്പോൾ ഉടൻ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏതെല്ലാം എവിടെയാണ് വേക്കൻസികളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സാലറി 5,200 to 20,000 to 200 വരെ 20,200 വരെയാണ്. പ്ലസ് 1,800 ഗ്രേഡ് പേ ഉണ്ടാവും. അപ്പോൾ ഏകദേശം 20,000-ന് അടുത്ത് അതിന് മുകളിൽ സാലറി ഒക്കെ ലഭിക്കാവുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. അതിൻ്റെ കൂടെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ വേരിയസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഉണ്ടായിരിക്കും. അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിവിധ സെൻട്രൽ ഗവൺമെൻറ് ജോലികളായിരിക്കും. വേക്കൻസി അവർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. നമുക്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതുപോലത്തെ ന്യൂസുകളും അതുപോലെ ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് നോക്കാം. ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് 18 to 25 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. 1/8/2019 വെച്ചായിരിക്കും വേജ് കണക്കാക്കുക. 2/8/1994-നും 1/8/2001-നും ഇടയിൽ ജനിച്ച യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. മറ്റുള്ള എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും SC/STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും PWD ജനറൽ കാറ്റഗറി 10 വയസ്സിൻ്റെയും PWD OBC കാറ്റഗറിക്ക് 13 വയസ്സിൻ്റെയും PWD SC/STക്ക് 15 വയസ്സിൻ്റെയും ഇളവുകൾ ലഭിക്കുന്നതാണ്. ബാക്കി എല്ലാ കാറ്റഗറിയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് നോക്കുക. അത് വെച്ച് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ ഓർ ഈക്വലൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്. നിങ്ങൾക്കൊരു 10ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ തുല്യത ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസും സിലബസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓരോന്നും വായിച്ചതിന് ശേഷം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ ഇതിലേക്ക് വരുന്നത് 10ാം ക്ലാസ് ഉണ്ടായിരുന്ന നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇത് അപേക്ഷിക്കേണ്ടത് നമുക്ക് ssc.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾ 1 ടൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ നെയിം പാസ്വേഡും ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷിക്കുക. അല്ലാത്തവർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം 29/5/2019 മുമ്പ് തന്നെ അപേക്ഷിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഫീ 100 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് പേ ചെയ്യാവുന്നതാണ്. ഭീം, UPI, നെറ്റ് ബാങ്കിങ്, വിസ, മാസ്റ്റർ കാർഡ്, അതുപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിച്ച് ആ ഒരു ഫീസ് അടക്കാവുന്നതാണ്. അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ് മാൻ എന്നിവർക്കൊന്നും ഫീ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഫീ ഒന്നുമില്ല. തീർച്ചയായും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 31/5/2019 പറഞ്ഞ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ലാസ്റ്റ് ഡേറ്റ് നിൽക്കാതെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ എക്സാം സെൻറ്റർ കേരള കർണാടക റീജിയനുള്ളവർക്ക് എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞത് കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, അതുപോലെ ലക്ഷദ്വീപിലാണ് കവരത്തി. അപ്പോൾ ഇത്രയും എക്സാം സെൻറ്ററുകളാണ് കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന. കേരളത്തിലുള്ളതിൻ്റെ എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. 2 പേപ്പറായിട്ടാണ്. ഒന്നാമത്തെ പേപ്പർ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT എക്സാം ആയിരിക്കും ഒന്നാമത്തത്. രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന essay റൈറ്റിംഗ് ആയിരിക്കും രണ്ടാമത്തത്. അപ്പോൾ നമുക്കതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്നാമത്തെ 2/8/2019 മുതൽ 6/9/2019 വരെയാണ് എക്സാം നടക്കുന്നത്. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് 25 മാർക്കിന് 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്കിന്. ജനറൽ അവെയർനെസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്കിന്. അപ്പോൾ മൊത്തം ഇത്രയും ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അധികം വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവെയർനെസ്, ജനറൽ ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൻ്റെ വിശദമായ സിലബസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പേപ്പർ 1 എന്ന് പറഞ്ഞത് നമുക്ക് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടായിരിക്കാം. എന്നാൽ പേപ്പർ 2 നമുക്ക് മലയാളത്തിലും എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ നെഗറ്റീവ് മാർക്ക് ഇവിടെ നോക്കാം. 0.25 മാർക്കാണ് ഈച്ച് റോങ് ആൻസർ. ഓരോ തെറ്റുത്തരത്തിനും 0.25 മാർക്ക് നെഗറ്റീവ് മാർക്ക് പോകുന്നതാണ്. രണ്ടാമത്തെ പേപ്പർ 2 ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ഷോർട്ട് എസ്സേ
letter A in English or in any language included in the 8th schedule of the Constitution. അപ്പോൾ 50 മാർക്കിനാണ് 30 മിനിറ്റ് ആയിരിക്കും ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കാം. നോക്കാം നമുക്ക് ഏതെല്ലാമാണ് ലാംഗ്വേജ് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെയും അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെയും പൂർണ്ണമായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ജനറൽ അവയർനെസ്സിൻ്റെ ഒക്കെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഏതെല്ലാം ലാംഗ്വേജ് ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് രണ്ടാമത്തെ ആ ഒരു എക്സാം എഴുതേണ്ടത് ഏത് ലാംഗ്വേജിലാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹിന്ദിയിൽ എഴുതാം, ഇംഗ്ലീഷ്, ആസാമി, ബംഗാളി, ബോഡോ, അതുപോലെ നമ്മളെ മലയാളത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നതാണ്. മലയാളത്തിലും നമുക്ക് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പേപ്പർ മലയാളത്തിലും എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ssc.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. 29/5/2019 മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഒരുപാടുണ്ട്, അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഈ ഡീറ്റെയിൽസിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.